സെബാസ്റ്റ്യൻ, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. ശക്തികുളങ്ങര ഇടവക. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തിയ എൻ്റെ ദൈവം മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 4-ാം മാസം 10-ാം തീയതി വന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പം ഉടമ്പടി എടുത്തത് എനിക്ക് ഇവിടെ അറിയത്തത് പോലും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പള്ളിയിൽ വെച്ച് പറഞ്ഞ് അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം അവൾക്ക് ഒത്തിരി നന്മകളുണ്ടായെന്ന്, അവളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്തെന്ന്. അപ്പം ഞാനാണെങ്കിൽ ഒത്തിരി സങ്കടത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ച് 15 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു. അപ്പം എനിക്ക് ശരിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത എൻ്റെ നിസ്സഹാവസ്ഥയിലായിരിക്കുക. അങ്ങനെ ഞാനിതറിയുന്നത്, എൻ്റെ മകൻ ഗൾഫിൽ പോയിട്ട് അവന് ജോലിയൊന്നുമില്ലാതെ വിഷമിച്ച് നടക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പം അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു 90 ദിവസമാകുമ്പോഴേ വരത്തോളെന്ന് പറഞ്ഞു. ഞാനാണെങ്കിലോ എൻ്റെ മനസ്സങ്ങ് അമ്മയെ കണ്ടോളാൻ വയ്യ, ഞങ്ങൾ വെമ്പൽ കൊള്ളുന്നു, ഇവിടം വരാൻ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച കൊല്ലം ബസ് സ്റ്റാൻഡിൽ ചെന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഇറങ്ങി. അവിടുന്ന് ഞാനിവിടെ വന്ന് ആദ്യം ഓടി വന്ന് അമ്മേനെ എനിക്കൊരു നോക്ക് കാണണമെന്നായിരുന്നു. ഞാൻ ഓടി വന്ന് അമ്മയെ കണ്ട്. അപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയെ കണ്ണ് നിറയെ കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഞാൻ പോയി ഉടമ്പടി കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന്. അപ്പോൾ എൻ്റെ 6 നിയോഗങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരു നേരം, അപ്പം വീട്ടിൽ പോകാൻ നേരമായപ്പം എനിക്ക് അറിയത്തില്ല ഇവിടെ പൈസ ചിലവുണ്ടെന്നൊന്നും. അപ്പം ഞാൻ അത്യാവശ്യം വണ്ടിക്കൂലിക്കുള്ളതുമായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊരു 50 രൂപയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളായിരുന്നു. ഞാനിങ്ങനെ കുറേ മുഖങ്ങളെ നോക്കി, എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ നോക്കിയപ്പം എൻ്റെ മോനെപ്പോലെ ഒരു മോൻ അവിടെ നിൽക്കുന്നു വെളിയിൽ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞ് രഹസ്യമായിട്ട്, മോനെ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ കുറവാണ്, എനിക്കൊരു 50 രൂപ തരുമോ മോൻ, അമ്മയ്ക്ക് വീട്ടിൽ പോകാനാന്ന് പറഞ്ഞു. അപ്പോൾ ആ മോൻ എനിക്ക് തന്നു. അപ്പോൾ എനിക്കൊരു സംശയം, മോനിനി വണ്ടിക്കൂലിക്ക് പൈസയുണ്ടോ? അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോന് വണ്ടിക്കൂലിക്ക് പൈസയുണ്ടോ? അമ്മയ്ക്ക് തന്നതിന് മോൻ്റെ വണ്ടിക്കൂലിയാണോ? അപ്പം മോൻ എന്നോട് പറഞ്ഞ്, അമ്മയില്ല, കിടക്കുന്ന വണ്ടിയിലാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ ചെന്ന് കയറി ഞാൻ ഉടമ്പടി അമ്മയുടെ പ്രാർത്ഥന ചൊല്ലി, മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥന ചൊല്ലി, എൻ്റെ നിസ്സഹാവസ്ഥയോടുകൂടി തന്നെ ഞാൻ ആയിരുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ച് എന്നെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് ഇറങ്ങി വന്ന് മഴ പെയ്യുന്നത് പോലെ കൃപ ചൊരിയാൻ തുടങ്ങി. എൻ്റെ മകന് ജോലിയായി. അവൻ ജോലി ചെയ്യുന്നിടത്ത് പൊന്ന് വാരി കൊടുക്കുന്ന കണക്ക് സമ്പത്ത് കൊടുത്തു കൈ നിറയെ. അവനതെല്ലാം എനിക്ക് അയച്ചു തന്ന് എൻ്റെ കടബാധ്യതകളിൽ മാറി. എനിക്ക് കൊടുക്കാനും കഴിക്കാനും ഒന്നുമില്ലായിരുന്നു. ദരിദ്രമായ അവസ്ഥയായിരുന്നു. അവിടെയെല്ലാം നിറവ് കൊണ്ട് നിറച്ച് എനിക്ക് കൈ നിറയെ ആവശ്യത്തിൽ കൂടുതൽ വസ്ത്രം വാങ്ങിച്ചു തന്നു. എനിക്ക് കയ്യിലും കഴുത്തിലും കാതിലും എല്ലാം ഇടാൻ പൊന്ന് തന്ന്. വാഹനങ്ങളൊന്നുമില്ലായിരുന്നു, വാഹനങ്ങൾ തന്ന്, അതും വില കൂടിയ വണ്ടി, ഒരു ആക്റ്റീവായും അല്ലാതെ മോന് കോമ്പസിൻ്റെ ഒരു വണ്ടി, അങ്ങനെയെല്ലാം തന്ന്. പുരയിടം വേണമെന്ന് പറഞ്ഞു പള്ളിമുറ്റത്ത്. അപ്പോൾ ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം 200 ലിൻസും കൂടി കൂട്ടി 10 സെൻറ്റ് സ്ഥലവും അമ്മ തന്നു. അതും നല്ല വിലയുള്ള പുരയിടം ശക്തികുളങ്ങര പള്ളിയുടെ അടുത്ത്. അങ്ങനെ അമ്മ ഞങ്ങൾക്കെല്ലാം തന്നു. 1 വർഷം ആകുന്നതിനകത്ത് വെച്ച് ഇതെല്ലാം തന്നു. എനിക്ക് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ചുരുക്കിയൊക്കെ എഴുതിക്കൊണ്ട് കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് ഒപ്പിട്ട് മേടിക്കും, ഞാനങ്ങ് പോകും. എന്തോ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ആണോ
എനിക്കറിയത്തില്ല, ഭയങ്കരമായ ഒരു പേടി. അതായത് ഇത്രയും സാമ്പത്തിക തകർച്ചയിൽ കിടന്ന ഞങ്ങൾ ഇങ്ങനെ ഉയർത്തു വന്നത് എനിക്ക് പറയാൻ ഭയങ്കരമായ പേടി. ഇനി മനുഷ്യൻ തെറ്റിദ്ധരിക്കുമോ, എങ്ങനെ ആയിരിക്കും ഒന്നൊന്നും പറയാൻ വയ്യാത്ത കണക്ക്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പം ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ അന്ന് തോന്നിയ കാര്യങ്ങൾ ഞാനതുകൊണ്ട് ആരോട് പറയാതിരുന്നില്ല, മനുഷ്യരോട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ആൾത്താരെ കയറി നിന്ന് പറയാനുള്ള ധൈര്യമോ മനഃശക്തിയോ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഇത്രയും നാളും അത് പറയാതെ തന്നെ നടന്നു. ഇതിനിടയ്ക്ക് വെച്ച് ജീവിത തകർച്ച വന്ന് തന്നതിനേക്കാൾ ഇരട്ടി സാമ്പത്തിക കടബാധ്യതകളൊക്കെ വന്ന് അപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാൻ വിഷമിച്ച് കുറച്ച് നാൾ ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലോട്ട് കടന്നുപോയി. അപ്പോഴും ഞാൻ ഇതൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ചോദിച്ചപ്പം പറഞ്ഞ് അത് അസാധുവായി പോയി, ഒരു പുതിയ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ വീണ്ടും 2024 6-ാം മാസം 6-ാം തീയതി ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അതായത് വിശുദ്ധ ബലി അർപ്പണത്തിന് പങ്കെടുക്കണം, നിത്യബലി പങ്കെടുക്കണം, കുടുംബ പ്രാർത്ഥന ചൊല്ലണം, മാക്സിമം ഇതിൽ പറഞ്ഞിരിക്കുന്നതൊന്നും കൂടാതെ ചെയ്യണം. പിന്നെ മാനുഷികമായ തലത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്ന ചെറിയ കുശുമ്പോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ മനുഷ്യനായിരിക്കെ എനിക്ക് എൻ്റേതായ കുറേ സ്വഭാവങ്ങൾ വന്നിട്ടുമുണ്ട് ഇതിൽ. അപ്പോൾ അങ്ങനെ കടന്നുപോയി. ഞാൻ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് പത്രം എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ 2-3 ഡേറ്റൊക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലുമ്പം ഞാൻ റോഡൊക്കെ നടന്ന് കൊടുക്കുമ്പം പറയും ഇത് കിട്ടിയെന്ന് പറയും. അത് കാരണം ഞാൻ ഒക്ടോബർ മാസം 2025 ഒക്ടോബർ മാസം 1-ാം തീയതി തന്നെ ഞാൻ ഓടി വന്ന് വണ്ടി കയറി ഇവിടെ വന്ന് 10 കെട്ടെടുത്ത്. ഞാനിവിടെ വരുമ്പോൾ അച്ഛൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. ഞാൻ ടൗണിൽ ഇറങ്ങിയിട്ട് അവിടെ നടന്ന് എല്ലായിടത്തും കൊടുത്ത്, ഓട്ടോക്കാർക്കും അങ്ങനെ കടകളിലും എല്ലാം കൊടുത്തിട്ട് ഞാൻ രാത്രിയായപ്പം തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ബലിയർപ്പണം ഞാൻ മുടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 6-ാം തീയതിയും ഞാൻ നിത്യബലിക്ക്, അതായത് അമ്മയുടെ ജപമാല തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് വൈകുന്നേരം വരെയും ബലിയർപ്പണമുണ്ട്. അപ്പം ഞാൻ കൊല്ലത്ത് ബലിയർപ്പണത്തിന് വരുമ്പോഴാണ് എനിക്ക് ഈ അപകടം ഉണ്ടാകുന്നത്. എൻ്റെ ഓട്ടോയിൽ ഒരു തേങ്ങ ലോഡ് വന്ന വണ്ടി വന്ന് ഇടിച്ച് എൻ്റെ ഈ കൈയുടെ ഉടുപ്പ് പൊക്കണമേ, ഉടുപ്പ് പൊക്കണമേ. എൻ്റെ ഈ കൈയുടെ പുറത്തൂടെ ആ ലോഡ് വണ്ടി കയറി എൻ്റെ മസിലും എൻ്റേതായ ഈ കൈയുടെ അകത്ത് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും മുട്ടിന് മേളിലോട്ടും ഈ ഷോളർ വരെയും മുറിഞ്ഞു പോയി, ഓപ്പണായിപ്പോയി. എങ്കിലും പരിശുദ്ധ അന്നേരവും ഞാൻ എൻ്റെ 91-ാം സങ്കീർത്തനം ചൊല്ലിയാണ് ഞാൻ ആ വീഴ്ചയിലും വീഴുന്നത്. അപ്പോഴത്തേനും ഞാൻ നോക്കുമ്പം എനിക്ക് അങ്ങോട്ട് നോക്കാനൊന്നും സാധിക്കുന്നില്ല, കാരണം അവിടെ എന്തോ സംഭവിച്ച് മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അസ്ഥിക്ക്, ആ വണ്ടിയുടെ വീല് കയറിയെന്ന് പറയുന്ന എൻ്റെ അസ്ഥിക്ക് ഒരു കുഴപ്പവും വരുത്താതെ പരിശുദ്ധ അമ്മ മാതാവും ഈശോയും എല്ലാ വിശുദ്ധരും സർവ്വവിശുദ്ധരും മാലാഖമാരും എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചു എന്ന് ഞാൻ അറിയുന്നു. പിന്നീട് എന്നെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, തിരുവനന്തപുരത്ത്. അവിടെ കൊണ്ടുവന്ന് ആ രാത്രി ഓപ്പറേഷൻ ചെയ്ത് എന്നിട്ട് തിരിച്ച് വീണ്ടും, കാരണം ഓപ്പറേഷൻ ചെയ്തിട്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. പിന്നീട് 2ാമത്തെ ഓപ്പറേഷൻ നടത്തി, അതും ക്ലിയർ ആയില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മയുടെ റാലി നടക്കുന്ന ദിവസം പ്രഭാതത്തിൽ ഒക്ടോബർ 25-ാം തീയതി എൻ്റെ 3ാമത്തെ ഓപ്പറേഷൻ നടത്തി. കാരണം എൻ്റെ തുടയിൽ നിന്ന് ആവശ്യമായതെല്ലാം എടുത്തു വെച്ച് മൂടിയാണ് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസമായപ്പം എന്നെ അവിടുന്ന് ഡിസ്ചാർജാക്കി. അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം എന്നെ കൊണ്ടുപോയി അവിടെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞ ഇങ്ങനെയാണ്, ഈ വ്യക്തിക്ക് ഇത്രയും പ്രായമുള്ളത് കൊണ്ട്
21 ദിവസമാകുമ്പം ഈ തുടയിൽ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് അവിടം ക്ലിയറായി. അവിടെ അവർ ചെയ്തു വച്ചിരിക്കുന്ന ആ ബാൻഡേജ് എല്ലാം അത് നിലത്ത് വീണെങ്കിൽ മാത്രമേ ഞാൻ സുഖം പ്രാപിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം അല്ല എങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ആസ്പത്രിയിൽ നിന്ന് വരുമ്പോഴേ ഞാനൊരു ശാഠ്യം പിടിച്ചിരുന്നു. എനിക്ക് ജോസഫച്ചൻ്റെ കൈവപ്പ് വേണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എന്നെ കൃപാസന അമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം, എന്നെ അച്ഛനെ കൊണ്ട് കൈവെപ്പിക്കണം. എന്നാൽ എനിക്ക് അച്ഛൻ്റെ കൈവപ്പ് കിട്ടിയാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും. ഇങ്ങനെ തന്നെ ഞാൻ തീർത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ കിടക്കയിൽ. എന്നെ 4 പേര് പിടിച്ചാലേ എനിക്ക് എന്തിനും സാധിക്കത്തുള്ളായിരുന്നു. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേൽക്കാനോ ഒരാൾ പിടിച്ച് എഴുന്നേൽപ്പിക്കാനോ സാധിക്കുന്ന ഒരവസ്ഥയല്ലായിരുന്നു എൻ്റേത്. അങ്ങനെ ആയിരിക്കവേ എനിക്ക് 17 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് 17 ദിവസമായപ്പം എൻ്റെ മക്കൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ജോസഫച്ചനെ കാണാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്നു. എന്നെ എത്രയും പതുക്കെ കൊണ്ടുവന്നതാ. അപ്പോൾ ഏറെ വൈകി. അന്നേരവും ഞങ്ങളുടെ മനസ്സിൽ അൾത്താരയിൽ ജോസഫച്ചൻ കാണണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്നപ്പം ആദ്യം ഓടി വന്ന് നോക്കിയത് അച്ഛൻ അൾത്താരയിലുണ്ടോ എന്നാ. അപ്പോൾ അച്ഛൻ അൾത്താരയിലുണ്ട്. അത് കണ്ടപ്പം തന്നെ സമാധാനമായി. എൻ്റെ മോൾ പോയി കൂപ്പൺ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുത്ത്. അച്ഛൻ എന്നെ ഇങ്ങോട്ട് കയറ്റുന്ന സമയത്താണ് ശരിക്കും അച്ഛൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുന്നത്. അച്ഛന് എളുപ്പം തന്നെ ഇരുന്നിടത്തുനിന്ന് ഓടി വന്നിട്ട് ചോദിച്ചു, മോളെ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അച്ഛാ ഇന്ന കണക്ക് അപകടം പറ്റിയതാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഞാൻ പറയാതെ തന്നെ അച്ഛൻ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ മസിലുകളും എല്ലാം തിരിച്ചു വരട്ടെ. എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം 39 വർഷം ഞാൻ അർപ്പിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ജീവൻ പ്രാപിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇത്രയും എനിക്ക് കൈ ഉയർത്താം. എൻ്റെ ഈ കൈ ഇത്ര മാത്രം സുഖം പ്രാപിച്ചു. അച്ഛൻ പറഞ്ഞു, മോള് വന്ന് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ ഇന്ന് വന്നതാ സാക്ഷ്യം പറയാനായിട്ട്. എൻ്റെ അച്ഛനിൽ വസിക്കുന്നത് ഞാൻ ഇന്നലെ രാത്രിയും ചോദിച്ച്, ആരാപ്പ അച്ഛനിൽ ഇത്രയും ദൈവികത്വം? അപ്പോഴെനിക്ക് മനസ്സിലായി, അച്ഛനല്ലിത്, അമ്മ മാതാവാ. അമ്മ മാതാവ് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് അച്ഛൻ വെച്ചപ്പം ഞാൻ ഇത്രയും സുഖം പ്രാപിച്ചത്. അതുവരെ എൻ്റെ ശരീരത്തിൽ നിന്ന് വാട വരുന്നുണ്ടായിരുന്നു, പഴുപ്പിൻ്റെ. അച്ഛൻ ആ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ വിട്ട് ആ രാത്രി പാതിരാത്രിയായപ്പം എൻ്റെ ഈ കെട്ട് തനിയഴിഞ്ഞ് താഴെ പോയി. 17 ദിവസമുള്ളപ്പം 21 ദിവസമാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 21 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ലെന്ന് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒഴുകി വന്ന് എൻ്റെ അച്ഛനിലൂടെ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുമ്പം ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും മാപ്പ് ചോദിക്കുന്നു. എനിക്ക് തന്ന മുൻകാലങ്ങളിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ സാക്ഷ്യം പറയാതെ പോയ എല്ലാ അവസ്ഥകളെയും ഓർത്തുകൊണ്ട് ഞാൻ അമ്മയോടും മാപ്പ് ചോദിക്കുകയായി ആൾത്താരെ കയറിയെന്ന്. അമ്മ മാതാവ് എനിക്ക് മാപ്പ് തരണേ. ഞാനിപ്പം രക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യുന്നില്ല. കാരണം ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ നാളെ ആയുള്ളൂ. അപ്പം ഈ നിത്യബലിക്കോ അങ്ങനെയൊന്നും പോകത്തില്ല. പിന്നെ ഇപ്പം 2-3 ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊമ്പസാരം കുർബാനയൊക്കെ തന്നായിരുന്നു. അല്ലാതെ ഒരു പ്രാവശ്യം കൊമ്പസാരിച്ച് ഇപ്പം ഇത്തിരി നേരം ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലും. അല്ലാതെ എന്നെക്കൊണ്ട് ഒത്തിരി ഒന്നും പറ്റത്തില്ല. എന്നാലും എൻ്റെ ഒത്തിരി ഭാഗങ്ങളിൽ എല്ലാ വേദനകളും മാറ്റിത്തന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. എനിക്ക് ഇത്രയും വലിയ ഒരാപത്ത് പറ്റി ഞാൻ കിടക്കുമ്പം എൻ്റെ മക്കളെല്ലാം ഓടി വരുമ്പം ടേബിളിലിട്ടേക്കുന്ന ഞാൻ ദൈവമാതാവിനെയും ഈശോയെയും ഈശോ മറിയ ഔസേപ്പിനെയും സർവ്വവിശുദ്ധരെയും എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്നെ മാത്രം അവർ കണ്ടത്. ഒരിക്കലും ഞാൻ
ഞാൻ കരയുന്നതായിട്ട് അവർ കണ്ടിട്ടില്ല. എന്നെ കരയിച്ചില്ല എൻ്റെ ഈശോയും അമ്മയും. എനിക്കൊരു വേദനയും വരുത്തിയില്ല. ഞാൻ വേറൊരു അവസ്ഥയിലൂടെ എന്നെ വഴി നടത്തി. അത്രയും വലിയൊരവസ്ഥ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരത്തില്ലെന്നാണ് ഡോക്ടർ പോലും പറഞ്ഞത്. അവിടുന്ന് എനിക്ക് പുതുജീവൻ തന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ആ ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു, എൻ്റെ മാതാവിനും ഞാൻ നന്ദി പറയുന്നു.